താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ 5 വിദ്യാർത്ഥികൾ +1 അഡ്മിഷൻ നേടി. 3 പേർ താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും 2 പേർ കോഴിക്കോടുമാണ് പ്രവേശനം നേടിയത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഇതിനെതിരെ കടുത്ത പ്രതിഷേധം നിലനിൽക്കുമ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ, താമരശ്ശേരിയിൽ സഹപാഠികളുടെ മർദ്ദനത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഈ കുറ്റാരോപിതർക്ക് +1 അഡ്മിഷന് കോടതി അനുമതി നൽകിയത്. ഹൈക്കോടതി ജസ്റ്റിസാണ് ഇത്തരത്തിൽ അനുമതി നൽകിയത്. തുടർന്ന് 5 വിദ്യാർത്ഥികളിൽ 3 പേർ താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും 2 പേർ കോഴിക്കോട് ജില്ലയിലെ തന്നെ നഗരത്തിലെ ഒരു പ്രധാന വിദ്യാലയത്തിലുമാണ് അഡ്മിഷൻ നേടിയത്. ഇതിനെതിരെ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പ്രതിഷേധവും ഇന്ന് അവിടെ നടന്നിരുന്നു. വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെയും ഈ അഡ്മിഷൻ ഉണ്ടാവരുത്, അത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പ്രധാനമായും പിതാവ് ഇക്ബാൽ, ഈ ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവ് ഇക്ബാൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കുവാൻ പാടില്ലായിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഈ ഷഹബാസിന്റെ കുടുംബം ഉൾപ്പെടെ ആരോപിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ഈ കുറ്റാരോപിതർ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലാണ് ഇപ്പോഴും നിലവിൽ വിദ്യാർത്ഥികൾ ഉള്ളത്. രക്ഷിതാക്കളുടെ വ്യക്തിഗത ബോണ്ടിലാണ് കോടതി ഇത്തരത്തിലുള്ള അഡ്മിഷന് ഉത്തരവ് നൽകിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഈ കേസ് ഏറ്റെടുത്തപ്പോൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും സ്വഭാവ സർട്ടിഫിക്കറ്റും ഇത്തരത്തിൽ ഇവരുടെ പിതാവ്, അതായത് രക്ഷിതാക്കളുടെ കയ്യിൽ നൽകണമെന്നൊരു കാര്യവും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്തായാലും ഈ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളിൽ 3 പേർ താൽക്കാലികമായും 2 പേർ സ്ഥിരവുമായാണ് അഡ്മിഷൻ നേടിയിരിക്കുന്നത്. നീലിമ. ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.